ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് തക്കാളി കൊണ്ട് റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. 3 തക്കാളിയും 3 സബോളയും 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചും വേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സബോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം വേപ്പിൻ്റെ ഇല ഒരു 3 അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിന് ശേഷം അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയിലെ വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നീരുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി തന്നെ ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പകുതി മുറിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചിരവിയത്. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ തേങ്ങ ഒക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എരിവിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്വല്പം കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ഉപ്പും കുറവാണ്, എരിവും കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് തേങ്ങയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായി വഴന്ന ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു സ്വല്പം മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലത്തെ വെള്ളം ഇല്ലാത്ത തരത്തിൽ വേണം വഴറ്റിയെടുക്കാൻ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.